വെൽക്കം ടു ചക്രപാണി ക്ലാസ്സസ് 2.0. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 10 മാർക്കിന്റെ കറണ്ട് അഫയേഴ്സ് ടെസ്റ്റ് പേപ്പറാണ്. 10 മാർക്കിന്റെ കറണ്ട് അഫയേഴ്സ് ടെസ്റ്റ് പേപ്പറാണ് ഇന്ന് നടത്താനായിട്ട് പോകുന്നത്. പ്രസ്താവന ചോദ്യങ്ങളാണ് ഈ കറണ്ട് അഫയേഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ടെസ്റ്റ് പേപ്പർ എഴുതിയെടുത്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കണം. 10 മാർക്കിന്റെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും പ്രസ്താവന ചോദ്യങ്ങളാണ് കൂടുതലായിട്ടും ഉള്ളത്. അപ്പോൾ PSCക്ക് ചോദിക്കാൻ പറ്റുന്ന സാധ്യതാ ചോദ്യങ്ങളെല്ലാം തന്നെ ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ട് എത്ര മാർക്കാണ് നിങ്ങൾക്ക് 10ൽ കിട്ടിയതെന്ന് കമന്റ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം, 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻ എ SK വസന്തൻ, ഓപ്ഷൻ ബി എ സേതുമാധവൻ, ഓപ്ഷൻ സി M മുകുന്ദൻ, ഓപ്ഷൻ ഡി P വത്സല. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഒന്നുകൂടി ഓപ്ഷൻ പറയാൻ. ഓപ്ഷൻ എ SK വസന്തൻ, ഓപ്ഷൻ ബി എ സേതുമാധവൻ, ഓപ്ഷൻ സി M മുകുന്ദൻ, ഓപ്ഷൻ ഡി P വത്സല. ഉത്തരം 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ഉത്തരം ഓപ്ഷൻ എ SK വസന്തൻ. SK വസന്തനാണ് 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത്. അതിൽ ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി എ സേതുമാധവനാണ്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് സേതുമാധവനാണ്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത് എ സേതുമാധവനാണ്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത് P വത്സലയ്ക്കാണ്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് P വത്സല. ഇനി ഓപ്ഷനിലുള്ള M മുകുന്ദന് 2018 എന്ത് ലഭിക്കുന്നത്? എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം ഓപ്ഷൻ എ SK വസന്തനാണ്. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങിയത് 1993 എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങുന്നത് 1993 സംസ്ഥാന സർക്കാരാണ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത്. കേരളത്തിൽ സാഹിത്യത്തിന് നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് എന്തെന്ന് പറയുന്നത്? എഴുത്തച്ഛൻ പുരസ്കാരം. 1993 എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങുന്നത്. ആദ്യം ലഭിച്ച വ്യക്തിയാണ് ശൂരനാട് കുഞ്ഞൻപിള്ള. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം ലഭിച്ച വ്യക്തി ശൂരനാട് കുഞ്ഞൻപിള്ളയാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടുന്നത് ഡോക്ടർ SK വസന്തനാണ്. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. അടുത്തത് രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം, റിപ്പബ്ലിക്കിന്റെ ഭാവി എന്ന പുസ്തകം എഴുതിയതാര്? റിപ്പബ്ലിക്കിന്റെ ഭാവി എന്ന പുസ്തകം എഴുതിയതാര്? ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ KT ജലീൽ, ഓപ്ഷൻ ബി PA മുഹമ്മദ് റിയാസ്, ഓപ്ഷൻ സി MB രാജേഷ്, ഓപ്ഷൻ ഡി PS ശ്രീധരൻ പിള്ള. റിപ്പബ്ലിക്കിന്റെ ഭാവി എന്ന പുസ്തകം എഴുതിയതാര്? ഓപ്ഷൻ എ KT ജലീൽ, ഓപ്ഷൻ ബി PA മുഹമ്മദ് റിയാസ്, ഓപ്ഷൻ സി MB രാജേഷ്, ഓപ്ഷൻ ഡി PS ശ്രീധരൻ പിള്ള. ഉത്തരം റിപ്പബ്ലിക്കിന്റെ ഭാവി എന്ന പുസ്തകം എഴുതിയത് ഉത്തരം ഓപ്ഷൻ സി MB രാജേഷ്. MB രാജേഷ് നിലവിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണം എക്സൈസ് വകുപ്പ് മന്ത്രിയാണ് MB രാജേഷ് എന്ന് പറയുന്നത്. നിലവിലെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണം എക്സൈസ് വകുപ്പ് മന്ത്രിയാണ് MB രാജേഷ്. അദ്ദേഹം ജയിച്ച മണ്ഡലം തൃത്താലയാണ്. അപ്പൊ റിപ്പബ്ലിക്കിന്റെ ഭാവി എന്ന പുസ്തകം എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ MB രാജേഷ് ആണ്. ഓപ്ഷൻ നമുക്ക് നോക്കാം. KT ജലീൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് KT ജലീൽ. അദ്ദേഹം അവസാനമായിട്ട് മത്സരിച്ച മണ്ഡലം എന്ന് പറയുന്നത് തവനൂറാണ്. മലപ്പുറം ജില്ലയിലെ തവനൂരാണ് അവസാനമായിട്ട് KT ജലീൽ മത്സരിച്ച മണ്ഡലം. ഇദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് മലബാർ കലാപം ഒരു പുനർവായന. മലബാർ കലാപം ഒരു പുനർവായന എന്ന പുസ്തകം എഴുതിയത് KT ജലീലാണ്. എന്നാൽ മലബാർ കലാപം എന്ന പുസ്തകം എഴുതിയത് K മാധവൻ നായർ ആണ്. മലബാർ കലാപം ഒരു പുനർവായന എന്ന പുസ്തകം എഴുതിയത് KT ജലീൽ. എന്നാൽ മലബാർ കലാപം എന്ന പുസ്തകം എഴുതിയത് K മാധവൻ നായർ. അടുത്ത ഓപ്ഷൻ ആയിരുന്നു PA മുഹമ്മദ് റിയാസ്. നിലവിലെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയാണ് PA മുഹമ്മദ് റിയാസ്. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയാണ് PA മുഹമ്മദ് റിയാസ്. ഇദ്ദേഹത്തിന്റെ മണ്ഡലം എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ ആണ്. കേരള ടൂറിസം ചരിത്രവും വർത്തമാനവും എന്ന കൃതി എഴുതിയത് PA മുഹമ്മദ് റിയാസ് ആണ്. കേരള ടൂറിസം ചരിത്രവും വർത്തമാനവും. കേരള ടൂറിസം ചരിത്രവും വർത്തമാനവും എന്ന കൃതി എഴുതിയത് PA മുഹമ്മദ് റിയാസ്. അടുത്ത ഓപ്ഷൻ ആയിരുന്നു PS ശ്രീധരൻ പിള്ള. നിലവിലെ ഗോവ ഗവർണറാണ് PS ശ്രീധരൻ പിള്ള.
നിലവിലെ ഗോവ ഗവർണറാണ് PS ശ്രീധരൻപിള്ള. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് പുസ്തകങ്ങളാണ്. ഒന്ന് വാമന വൃക്ഷകല. വാമന വൃക്ഷകല എന്ന പുസ്തകം എഴുതിയത് ആരാണ്? PS ശ്രീധരൻപിള്ളയാണ്. വാമന വൃക്ഷകല. അതേപോലെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുസ്തകമാണ് സ്ട്രൈക്കിംഗ് എ കോഡ്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, റിപ്പബ്ലിക്കിൻ്റെ ഭാവി എന്ന പുസ്തകം എഴുതിയത് ആര്? ഉത്തരം MB രാജേഷ് ആണ്. അപ്പോൾ ഓപ്ഷനിലുള്ള മറ്റ് 3 പേരെ 1-2 പുസ്തകങ്ങളാണ് പറഞ്ഞത്. KT ജലീലിൻ്റെ പുസ്തകമാണ് മലബാർ കലാപം ഒരു പുനർവായന. എന്ന പുസ്തകം എഴുതിയത് KT ജലീലാണ്. അതേപോലെ തന്നെ PA മുഹമ്മദ് റിയാസ് എഴുതിയ പുസ്തകമാണ് കേരള ടൂറിസം ചരിത്രവും വർത്തമാനവും. PS ശ്രീധരൻപിള്ളയുടെ 2 പുസ്തകങ്ങളാണ് പറഞ്ഞത്. ഒന്ന് വാമന വൃക്ഷകലയും 2 സ്ട്രൈക്കിംഗ് എ കോഡ്. അടുത്ത 3ാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. 3ാമത്തെ ചോദ്യം, തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. അതായത് 2023 ദേശീയ ഗെയിംസിനെ പറ്റി തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ്. 2023 ദേശീയ ഗെയിംസിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 4 പ്രസ്താവനകളാണ് പറയുന്നത്. 1ാമത്തെ പ്രസ്താവന, 2023 ദേശീയ ഗെയിംസ് വിജയി മഹാരാഷ്ട്ര. 1ാമത്തെ പ്രസ്താവന ഇതാണ്, 2023 ദേശീയ ഗെയിംസ് വിജയി മഹാരാഷ്ട്ര. 2ാമത്തെ പ്രസ്താവന, 2023 ദേശീയ ഗെയിംസിൽ 5ാം സ്ഥാനം കേരളത്തിനായിരുന്നു. 2023 ദേശീയ ഗെയിംസിൽ 5ാം സ്ഥാനം കേരളത്തിനായിരുന്നു. 3ാമത്തെ പ്രസ്താവന, 37ാമത് ദേശീയ ഗെയിംസിന്റെ വേദി ഉത്തർപ്രദേശ് ആയിരുന്നു. 37ാമത് ദേശീയ ഗെയിംസിന്റെ വേദി ഉത്തർപ്രദേശ് ആയിരുന്നു. 4ാമത്തെ പ്രസ്താവന, 38ാമത് ദേശീയ ഗെയിംസിന്റെ വേദി ഉത്തരാഖണ്ഡാണ്. 38ാമത് ദേശീയ ഗെയിംസിന്റെ വേദി ഉത്തരാഖണ്ഡാണ്. ഇതിലേതാണ് തെറ്റായ പ്രസ്താവന? ഒന്നുകൂടി പ്രസ്താവനകൾ വായിക്കാം. 1ാമത്തെ പ്രസ്താവന, 2023 ദേശീയ ഗെയിംസ് വിജയി മഹാരാഷ്ട്ര. 2ാമത്തെ പ്രസ്താവന, 2023 ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ സ്ഥാനം 5. 3ാമത്തെ പ്രസ്താവന, 37ാമത് ദേശീയ ഗെയിംസിന്റെ വേദി ഉത്തർപ്രദേശ് ആയിരുന്നു. 4ാമത്തെ പ്രസ്താവന, 38ാമത് ദേശീയ ഗെയിംസിന്റെ വേദി ഉത്തരാഖണ്ഡാണ്. ഇതിലേതാണ് തെറ്റായ പ്രസ്താവന? ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണ് വരുന്നതെന്നാണ് ചോദ്യം. ഉത്തരം, തെറ്റായ പ്രസ്താവന 3 മാത്രമാണ്. അതായത് 3ാമത് പറഞ്ഞ പ്രസ്താവന മാത്രമാണ് തെറ്റ്. അതായത് 3ാമത്തെ പ്രസ്താവന ഇതായിരുന്നു, 37ാമത് ദേശീയ ഗെയിംസിന്റെ വേദി ഉത്തർപ്രദേശ് ആയിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അത് തെറ്റാണ്. 37ാമത് ദേശീയ ഗെയിംസിന്റെ വേദി എന്ന് പറയുന്നത് ഗോവയാണ്. അപ്പോൾ 37ാമത് ദേശീയ ഗെയിംസിന്റെ വേദി ഗോവയാണ്. 38ാമത് ദേശീയ ഗെയിംസിന്റെ വേദി എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡ്. അത് ശരിയാണ്. ആദ്യം പറഞ്ഞ പ്രസ്താവന 2023 ദേശീയ ഗെയിംസ് വിജയി എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ്. അത് ശരിയാണ്. അടുത്തത് 2023 ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ സ്ഥാനം 5 ആണ്. അതും ശരിയാണ്. അതുപോലെ തെറ്റിച്ചു കൊടുത്തിരുന്നത് 37ാമത് ദേശീയ ഗെയിംസിന്റെ വേദിയായിരുന്നു. 37ാമത് ദേശീയ ഗെയിംസിന്റെ വേദി എന്ന് പറയുന്നത് ഗോവയാണ്. 1ാം സ്ഥാനം മഹാരാഷ്ട്രയും കേരളത്തിന്റെ സ്ഥാനം 5ഉമാണ്. അടുത്ത ചോദ്യം നോക്കാം. 4ാമത്തെ ചോദ്യം, കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി ഏത്? കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി. ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻ A ഉജ്ജീവനം, ഓപ്ഷൻ B ദീപ്തി, ഓപ്ഷൻ C ഉന്നതി വിജ്ഞാൻ, ഓപ്ഷൻ D സശ്രദ്ധം. ഒന്നുകൂടി പറയാം. ഓപ്ഷൻ A ഉജ്ജീവനം, ഓപ്ഷൻ B ദീപ്തി, ഓപ്ഷൻ C ഉന്നതി വിജ്ഞാൻ, ഓപ്ഷൻ D സശ്രദ്ധം. ഉത്തരം ഓപ്ഷൻ D സശ്രദ്ധം. കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്തി പരിഹരിക്കാൻ ആരാണ് ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സശ്രദ്ധം. ബാക്കി ഓപ്ഷൻസിന്റെ പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം പറഞ്ഞത് ഉജ്ജീവനം എന്ന പദ്ധതി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു പദ്ധതിയാണ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുകൊണ്ട് 2023 ഒക്ടോബർ 25 മുതൽ 2024 ഫെബ്രുവരി 1 വരെ നടത്തുന്ന ഒരു കർമ്മ പരിപാടിയാണ് ഉജ്ജീവനം എന്ന് പറയുന്നത്.
അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ഉജ്ജീവനമായിരുന്നു. ഉജ്ജീവനം എന്ന പദ്ധതി എന്താണെന്ന് വെച്ചാൽ 2023 ഒക്ടോബർ 25 മുതൽ 2024 ഫെബ്രുവരി 1 വരെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി നടത്തുന്ന കർമ്മ പരിപാടിയാണ് ഉജ്ജീവനം. രണ്ടാമത്തെ ഓപ്ഷൻ ഇതായിരുന്നു ദീപ്തി. കാഴ്ച വെല്ലുവിളി നേരിടുന്നവരെ ബ്രെയിൽ ലിപി പഠിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ദീപ്തി. കാഴ്ച വെല്ലുവിളി നേരിടുന്നവരെ ബ്രെയിൽ ലിപി പഠിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ദീപ്തി. അടുത്ത ഓപ്ഷൻ സി ഉന്നതി വിജ്ഞാനായിരുന്നു. ഉന്നതി വിജ്ഞാൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുവാൻ വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഉന്നതി വിജ്ഞാൻ. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സശ്രദ്ധം. അടുത്ത അഞ്ചാമത്തെ ചോദ്യം, തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. അതായത് സംസ്ഥാനങ്ങളും മുഖ്യമന്ത്രിമാരുമാണ് തന്നിരിക്കുന്നത്. ഇതിൽ തെറ്റായ ജോഡി ഏതെന്നാണ് ചോദ്യം. സംസ്ഥാനങ്ങളും മുഖ്യമന്ത്രിമാരും തന്നിരിക്കുന്നുണ്ട്, അതിൽ തെറ്റായ ജോഡി ഏത്? ഒന്നാമത്തേത് മധ്യപ്രദേശ്, മോഹൻ യാദവ്. മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി മോഹൻ യാദവ്. 2 മിസോറാം, ലാൽഡുഹോമ. മിസോറാമിലെ മുഖ്യമന്ത്രി ലാൽഡുഹോമ. 3 ഛത്തീസ്ഗഡ്, ഭൂപേഷ് ബാഗൽ. ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ. 4 രാജസ്ഥാൻ, ഭജൻലാൽ ശർമ്മ. രാജസ്ഥാനിലെ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ. ഇതിൽ തെറ്റായ ജോഡി ഏത്? ഇതിൽ ഒരെണ്ണം തെറ്റാണ്. ഏതാണ് തെറ്റായ ജോഡി എന്നതാണ് ചോദ്യം. ഉത്തരം വരുന്നത് എന്താണ്? മൂന്നാമത്തെ ഓപ്ഷൻ ആണ്. ഛത്തീസ്ഗഡ്, ഭൂപേഷ് ബാഗൽ എന്നാണ് തന്നിരിക്കുന്നത്. അതാണ് ഇതിൽ തെറ്റായ ജോഡി. ഛത്തീസ്ഗഡിന്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് വിഷ്ണുദേവ സായി. വിഷ്ണുദേവ സായിയാണ് നിലവിൽ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി. ബാക്കി പറഞ്ഞിരിക്കുന്നതെല്ലാം ശരിയാണ്. മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയാണ് മോഹൻ യാദവ്. രണ്ടാമത്തേത് മിസോറാമിലെ മുഖ്യമന്ത്രിയാണ് ലാൽഡുഹോമ. ലാൽഡുഹോമയുടെ പാർട്ടിയാണ് ZPM, സോറം പീപ്പിൾസ് മൂവ്മെന്റ് ആണ് ലാൽഡുഹോമയുടെ പാർട്ടി എന്ന് പറയുന്നത്. മിസോറാമിലെ മുഖ്യമന്ത്രിയാണ് ലാൽഡുഹോമ. അടുത്തത് ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രി വിഷ്ണുദേവ സായി ആണ്. ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി വിഷ്ണുദേവ സായി. അടുത്തത് രാജസ്ഥാനിലെ മുഖ്യമന്ത്രിയാണ് ഭജൻലാൽ ശർമ്മ. അപ്പൊ നമുക്കിവിടെ 1-2 മുഖ്യമന്ത്രിമാരെ കൂടി നോക്കാം. തെലങ്കാനയിലെ മുഖ്യമന്ത്രി ആരാണ്? തെലങ്കാനയിലെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. തെലങ്കാന മുഖ്യമന്ത്രിയാണ് രേവന്ത് റെഡ്ഡി. ഇനി ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രി ആരാണ്? ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രിയാണ് സുഖ്വീന്ദർ സിംഗ് സുഖു. ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു. അടുത്തതായിട്ട് പുതുച്ചേരി മുഖ്യമന്ത്രി ആരാണ്? പുതുച്ചേരിയിലെ മുഖ്യമന്ത്രി ആര്? പുതുച്ചേരിയിലെ മുഖ്യമന്ത്രിയാണ് രംഗസ്വാമിയാണ് പുതുച്ചേരിയിലെ മുഖ്യമന്ത്രി. അപ്പൊ നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം മുഖ്യമന്ത്രിമാരിലെ തെറ്റായ ജോഡി കണ്ടെത്താനായിരുന്നു. ഛത്തീസ്ഗഡ് ആയിരുന്നു തെറ്റിച്ച് തന്നിരുന്നത്. ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയാണ് വിഷ്ണുദേവ സായി. മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി മോഹൻ യാദവ്. മിസോറാം മുഖ്യമന്ത്രി ലാൽഡുഹോമയുടെ പാർട്ടിയാണ് സോറം പീപ്പിൾസ് മൂവ്മെന്റ്. രാജസ്ഥാനിലെ മുഖ്യമന്ത്രിയാണ് ഭജൻലാൽ ശർമ്മ. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രിയാണ് സുഖ്വീന്ദർ സിംഗ് സുഖു. പുതുച്ചേരിയിലെ മുഖ്യമന്ത്രിയാണ് രംഗസ്വാമി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ആറാമത്തെ ചോദ്യം, സാമൂഹിക നീതി വകുപ്പിന്റെ 2023 ഭിന്നശേഷി പുരസ്കാരങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. ഇതിൽ തെറ്റായ ജോഡി ഏതാണ്? സാമൂഹിക നീതി വകുപ്പിന്റെ 2023 ഭിന്നശേഷി പുരസ്കാരങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. തെറ്റായ ജോഡി ഏത്? ഒന്നാമത്തേത് ജില്ലാ പഞ്ചായത്ത് കോഴിക്കോട്. സാമൂഹിക നീതി വകുപ്പിന്റെ 2023 ഭിന്നശേഷി പുരസ്കാരങ്ങളിൽ ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് കോഴിക്കോടാണ്. 2 നഗരസഭ ഏലൂറാണ്. 3 ബ്ലോക്ക് പഞ്ചായത്ത് പുൽപ്പറ്റ. 4 പഞ്ചായത്ത് പുന്നയൂർകുളം.
അപ്പോൾ തെറ്റായ ജോഡി കണ്ടെത്താനാണ് 2023 സാമൂഹിക നീതി വകുപ്പിന്റെ ഭിന്നശേഷി പുരസ്കാരങ്ങളാണ് തന്നിരിക്കുന്നത്. ഈ ഭിന്നശേഷി പുരസ്കാരങ്ങളിൽ ജില്ലാ പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കോഴിക്കോട്, 2 നഗരസഭയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏലൂർ, ബ്ലോക്ക് പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് പുൽപ്പറ്റ, പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് പുന്നയൂർക്കുളം. ഇങ്ങനെ 4 ജോഡികളാണ് തന്നിരിക്കുന്നത്. ഇതിൽ ഏത് ജോഡിയാണ് തെറ്റായിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം മൂന്നാമത്തേതാണ്. അതായത് ബ്ലോക്ക് പഞ്ചായത്താണ് ഇതിൽ തെറ്റിച്ച് തന്നിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പുൽപ്പറ്റ എന്നാണ് തന്നിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് കിട്ടിയത് വടകരയ്ക്കാണ്. 2023 ഭിന്നശേഷി പുരസ്കാരങ്ങളിൽ മികച്ച ബ്ലോക്ക് പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് വടകരയാണ്. വടകര കോഴിക്കോട് ജില്ലയിലാണ്. അപ്പോൾ 2023 ഭിന്നശേഷി പുരസ്കാരങ്ങളിൽ മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കോഴിക്കോട് ശരിയാണ്. മികച്ച ജില്ലാ പഞ്ചായത്ത് കോഴിക്കോട് ശരിയാണ്. രണ്ടാമത് പറഞ്ഞ നഗരസഭ ഏലൂർ നഗരസഭയ്ക്കാണ് മികച്ച നഗരസഭയ്ക്കുള്ള അവാർഡ് കിട്ടിയത് എന്ന് പറഞ്ഞു. അതും ശരിയാണ്. ഏലൂർ എന്ന് പറയുന്ന നഗരസഭ എവിടെയാണ്? എറണാകുളത്താണ്. ഏലൂർ മുനിസിപ്പാലിറ്റി എറണാകുളം. ഏലൂർ മുനിസിപ്പാലിറ്റി എറണാകുളത്താണ്. അടുത്ത ബ്ലോക്ക് പഞ്ചായത്താണ് നമ്മൾ തെറ്റിച്ച് തന്നിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തായിട്ട് ലഭിച്ചത് വടകരയ്ക്കാണ്. വടകര കോഴിക്കോട് ജില്ലയിലാണ്. അടുത്തതായിട്ട് പഞ്ചായത്ത് പുന്നയൂർക്കുളം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്. മികച്ച പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് പുന്നയൂർക്കുളമാണ്. പുന്നയൂർക്കുളം ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. പുന്നയൂർക്കുളം തൃശ്ശൂർ ജില്ലയിലാണ്. ഈ പുന്നയൂർക്കുളം കൂടാതെ മറ്റൊരു പഞ്ചായത്തിന് കൂടി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതാണ് പുൽപ്പറ്റ. പുൽപ്പറ്റ ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ മലപ്പുറം. പുൽപ്പറ്റ മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ 2023 ഭിന്നശേഷി പുരസ്കാരങ്ങളിൽ മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കോഴിക്കോട്, മികച്ച നഗരസഭയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏലൂർ, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് വടകര, മികച്ച പഞ്ചായത്ത് പുന്നയൂർക്കുളം, പുൽപ്പറ്റ. 2 പഞ്ചായത്തുകൾക്കായിട്ട് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് 2023 ഭിന്നശേഷി പുരസ്കാരത്തിൽ മികച്ച സ്ഥാപനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് നിഷാണ്. നിഷ്, NISH, നിഷ്. മികച്ച സ്ഥാപനം നിഷ്. നിഷിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്. 2023 ഭിന്നശേഷി പുരസ്കാരത്തിൽ മികച്ച സ്ഥാപനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് നിഷ് ആണ്. നിഷ് എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്. ഈ നിഷിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. എന്നാൽ 2023 ഭിന്നശേഷി പുരസ്കാരത്തിൽ മികച്ച ക്ഷേമ സ്ഥാപനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് പ്രതീക്ഷാഭവനാണ്. 2023 ഭിന്നശേഷി പുരസ്കാരത്തിൽ മികച്ച ക്ഷേമ സ്ഥാപനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് പ്രതീക്ഷാഭവനാണ്. പ്രതീക്ഷാഭവൻ സ്ഥലം തവനൂറാണ്. തവനൂർ മലപ്പുറം ജില്ലയിലാണ്. ഇപ്പോൾ 6ാമത്തെ ചോദ്യം സാമൂഹിക നീതി വകുപ്പിന്റെ 2023 ഭിന്നശേഷി പുരസ്കാരമാണ് പറഞ്ഞത്. മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കോഴിക്കോടാണ്. മികച്ച നഗരസഭയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏലൂറാണ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് വടകരയാണ്. മികച്ച പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് പുന്നയൂർക്കുളം, പുൽപ്പറ്റയാണ്. അടുത്ത ചോദ്യം നോക്കാം. 7ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ സിൽക്യാര ടണൽ ദൗത്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? സിൽക്യാര ടണൽ ദൗത്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? 1ാമത്തെ പ്രസ്താവന, സിൽക്യാര ടണൽ ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. സിൽക്യാര ടണൽ ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. 2ാമത്തെ പ്രസ്താവന, സിൽക്യാര ടണലിൽ അകപ്പെട്ട 41 തൊഴിലാളികളെ 17 ദിവസം കഴിഞ്ഞ് രക്ഷിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ സുരംഗ് അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദഗി. 2ാമത്തെ പ്രസ്താവന ഒന്നുകൂടി വായിക്കാം. സിൽക്യാര ടണലിൽ അകപ്പെട്ട
41 തൊഴിലാളികളെ 17 ദിവസം കഴിഞ്ഞ് രക്ഷിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ സുരംഗ്. ഓപ്പറേഷൻ സുരംഗ് അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദഗി. ഓപ്പറേഷൻ സുരംഗ് അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദഗി. മൂന്നാമത്തെ പ്രസ്താവന, രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഓസ്ട്രേലിയൻ ടണൽ വിദഗ്ധനാണ് അർണോൾഡ് ഡിക്സ്. സിൽക്യാര ദുരന്തവുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഓസ്ട്രേലിയൻ ടണൽ വിദഗ്ധനാണ് അർണോൾഡ് ഡിക്സ്. അർണോൾഡ് ഡിക്സ്. നാലാമത്തെ പ്രസ്താവന, സിൽക്യാര മുതൽ ദണ്ഡൽഗാവ് വരെയുള്ള ചാർധാം ടണൽ പദ്ധതി NH134 ബന്ധപ്പെട്ടിരിക്കുന്നു. സിൽക്യാര മുതൽ ദണ്ഡൽഗാവ് വരെയുള്ള പദ്ധതി, ചാർധാം ടണൽ പദ്ധതി NH134 ബന്ധപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ സിൽക്യാര ടണൽ ദുരന്തവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. പ്രസ്താവനകൾ ഒന്നുകൂടി വായിക്കാം. ഒന്നാമത്തെ പ്രസ്താവന, സിൽക്യാര ടണൽ ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. രണ്ടാമത്തെ പ്രസ്താവന, സിൽക്യാര ടണലിൽ അകപ്പെട്ട 41 തൊഴിലാളികളെ 17 ദിവസം കഴിഞ്ഞ് രക്ഷിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ സുരംഗ് അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദഗി. മൂന്നാമത്തെ പ്രസ്താവന, രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഓസ്ട്രേലിയൻ ടണൽ വിദഗ്ധനാണ് അർണോൾഡ് ഡിക്സ്. നാലാമത്തെ പ്രസ്താവന, സിൽക്യാര മുതൽ ദണ്ഡൽഗാവ് വരെയുള്ള ചാർധാം ടണൽ പദ്ധതി NH134 ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിലേതൊക്കെയാണ് ശരിയായ പ്രസ്താവന എന്നതാണ് ചോദ്യം. ഉത്തരം, ഈ പറഞ്ഞ 4 പ്രസ്താവനകളും ശരിയാണ്. സിൽക്യാര ടണൽ ദുരന്തവുമായി ബന്ധപ്പെട്ട 4 പ്രസ്താവനകളും ശരിയാണ്. ഒന്നുകൂടി ഒന്ന് ഓടിച്ച് വായിക്കാം. സിൽക്യാര ടണൽ ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശരിയാണ്. സിൽക്യാര ടണലിൽ അകപ്പെട്ട 41 തൊഴിലാളികളെ 17 ദിവസം കൊണ്ട് രക്ഷിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ സുരംഗ് അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദഗി. അതും ശരിയാണ്. അടുത്തത്, സിൽക്യാര ടണൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഓസ്ട്രേലിയൻ ടണൽ വിദഗ്ധനാണ് അർണോൾഡ് ഡിക്സ്. അതും ശരിയാണ്. നാലാമത്തെ പ്രസ്താവന, സിൽക്യാര മുതൽ ദണ്ഡൽഗാവ് വരെയുള്ള ചാർധാം ടണൽ പദ്ധതി NH134 ബന്ധപ്പെട്ടിരിക്കുന്നു. അതും ശരിയാണ്. അപ്പോൾ സിൽക്യാര ദുരന്തവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം നോക്കാം. 8ാമത്തെ ചോദ്യം, ശരിയായ പ്രസ്താവന കണ്ടെത്താൻ തന്നെയാണ്. ചുഴലിക്കാറ്റാണ് തന്നിരിക്കുന്നത്. ചുഴലിക്കാറ്റിനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഒന്നാമത്തെ പ്രസ്താവന, 2023 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മിഥിലി. 2023 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മിഥിലി. രണ്ടാമത്തെ പ്രസ്താവന, മിഥിലി എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം മാലിദ്വീപാണ്. മിഥിലി എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം മാലിദ്വീപാണ്. 2 പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. ഇതിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി എന്നതാണ് ചോദ്യം. ഒന്നുകൂടി വായിക്കാം. ഒന്നാമത്തെ പ്രസ്താവന, 2023 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മിഥിലി. രണ്ടാമത്തെ പ്രസ്താവന, മിഥിലി എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം മാലിദ്വീപാണ്. ഇതിൽ ഏതൊക്കെയാണ് ശരി? ഉത്തരം, ഈ പറഞ്ഞ 2 പ്രസ്താവനകളും ശരിയാണ്. മിഥിലി എന്ന ചുഴലിക്കാറ്റിനെ സംബന്ധിച്ച 2 പ്രസ്താവനകളും ശരിയാണ്. 2023 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മിഥിലി. ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന, ചുഴലിക്കാറ്റിന് മിഥിലി എന്ന് പേര് നൽകിയ രാജ്യം മാലിദ്വീപാണ്. അതും ശരിയാണ്. അപ്പോൾ ചുഴലിക്കാറ്റിനെ സംബന്ധിച്ച 2 പ്രസ്താവനകളും ശരിയാണ്. ഇത് 2023 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയ ചുഴലിക്കാറ്റാണ് മിഥിലി. ശരിയാണ്. അതേപോലെ മിഥിലി എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം എന്ന് പറയുന്നത് മാലിദ്വീപാണ്. അതും ശരിയാണ്. ഇപ്പോൾ 2023 ജൂണിൽ വീശിയ അറബിക്കടലിൽ വീശിയ മറ്റൊരു കാറ്റാണ് ബിബർജോയി. 2023 ജൂണിൽ അറബിക്കടലിൽ വീശിയ മറ്റൊരു കാറ്റാണ് ബിബർജോയി. ഈ ബിബർജോയി എന്ന വാക്കിന്റെ അർത്ഥം ദുരന്തം എന്നാണ്. ബിബർജോയി എന്ന വാക്കിന്റെ അർത്ഥം ദുരന്തം എന്നാണ്. ഈ ബിബർജോയിക്ക് പേര് നൽകിയ രാജ്യം ബംഗ്ലാദേശാണ്. അപ്പോൾ മറ്റൊരു ചുഴലിക്കാറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. 2023 ജൂണിൽ അറബിക്കടലിൽ വീശിയ കാറ്റാണ് ബിബർജോയി. ബിബർജോയി എന്ന വാക്കിന്റെ അർത്ഥം ദുരന്തം എന്നാണ്. ബിബർജോയി എന്ന കാറ്റിന് പേര് നൽകിയ രാജ്യം ബംഗ്ലാദേശാണ്.
അതുപോലെ 2023 ഡിസംബറിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയ മറ്റൊരു കാറ്റാണ് മിഷോങ്. 2023 ഡിസംബറിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയ മറ്റൊരു കാറ്റാണ് മിഷോങ്. ഈ മിഷോങ് എന്ന കാറ്റിന് പേര് നൽകിയ രാജ്യം മ്യാൻമാർ ആണ്. 2023 ഡിസംബറിൽ വീശിയ കാറ്റാണ് മിഷോങ് എന്ന് പറയുന്നത്. ബംഗാൾ ഉൾക്കടലിൽ വീശിയ കാറ്റാണ് മിഷോങ്. ഈ മിഷോങ് എന്ന കാറ്റിന് പേര് നൽകിയ രാജ്യം മ്യാൻമാർ ആണ്. അപ്പം നമ്മുടെ ചോദ്യം മിഥിലി എന്ന ചുഴലിക്കാറ്റിനെ സംബന്ധിച്ചതായിരുന്നു. അതുകൊണ്ടാണ് മറ്റ് രണ്ട് കാറ്റുകൾ കൂടി പറഞ്ഞത്. 2023 ജൂണിൽ വീശിയ കാറ്റാണ് ഏതെന്ന് പറയുന്നത് ബിബർജോയി. അത് വീശിയത് അറബിക്കടലിലാണ്. പേര് നൽകിയ രാജ്യം ബംഗ്ലാദേശ് ആണ്. ബിബർജോയി എന്ന പേരിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദുരന്തം എന്നാണ്. അതേപോലെ 2023 ഡിസംബറിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയ കാറ്റാണ് മിഷോങ്. ഈ മിഷോങ് എന്ന കാറ്റിന് പേര് നൽകിയ രാജ്യം മ്യാൻമാർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 9ാമത്തെ ചോദ്യം തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ്. തെറ്റായ പ്രസ്താവന ഏതൊക്കെ? താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഒന്നാമത്തെ പ്രസ്താവന 2023 ICC ലോകകപ്പ് ക്രിക്കറ്റ് വിജയി ഇന്ത്യയാണ്. 2023 ICC ലോകകപ്പ് ക്രിക്കറ്റ് വിജയി ഇന്ത്യയാണ്. രണ്ടാമത്തെ പ്രസ്താവന 2023 ICC ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് റണ്ണറപ്പ് ഓസ്ട്രേലിയയാണ്. 2023 ICC ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് റണ്ണറപ്പ് ഓസ്ട്രേലിയയാണ്. മൂന്നാമത്തെ പ്രസ്താവന 2027 ICC ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് വേദി നമീബിയ. 2027 ICC ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് വേദി നമീബിയ. നാലാമത്തെ പ്രസ്താവന 2027 ICC ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് വേദി സിംബാബ്വെ. അപ്പോൾ ഈ പറഞ്ഞ 4 പ്രസ്താവനകളിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് തെറ്റ് എന്നതാണ് ചോദ്യം. ഒന്നുകൂടി പറയാം. 2023 ICC ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് വിജയ് എന്ന് പറയുന്നത് ഇന്ത്യ. രണ്ടാമത്തെ പ്രസ്താവന 2023 ICC ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് റണ്ണറപ്പ് ഓസ്ട്രേലിയ. മൂന്നാമത്തെ പ്രസ്താവന 2027 ICC ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് വേദി നമീബിയ. നാലാമത്തെ പ്രസ്താവന 2027 ICC ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് വേദി സിംബാബ്വെ. ഇതിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് തെറ്റ് എന്നതാണ് ചോദ്യം. ഉത്തരം 1ഉം 2ഉം തെറ്റാണ്. ആദ്യം പറഞ്ഞ 2 പ്രസ്താവനകളും തെറ്റാണ്. എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന ഇതായിരുന്നു: 2023 ICC ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് വിജയ് ഇന്ത്യ എന്നാണ് തന്നിരിക്കുന്നത്. 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പ് വിജയ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയാണ്. ഉത്തരം ഓസ്ട്രേലിയ. 2023 ലോകകപ്പ് ക്രിക്കറ്റിന്റെ വിജയ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയ. രണ്ടാമത്തെ പ്രസ്താവന ഇതായിരുന്നു: 2023 ലോകകപ്പ് ക്രിക്കറ്റ് റണ്ണറപ്പ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയ എന്നാണ് തന്നിരുന്നത്. അത് തെറ്റാണ്. ഇന്ത്യയാണ് റണ്ണറപ്പ്. അപ്പോൾ 2023 ലോകകപ്പ് ക്രിക്കറ്റിന്റെ വിജയ് ഓസ്ട്രേലിയയും റണ്ണറപ്പ് ഇന്ത്യയുമാണ്. അതായിരുന്നു ഇതിൽ തെറ്റായ പ്രസ്താവനകളായിട്ട് തന്നിരുന്നത്. അടുത്തതായിട്ട് 3ഉം 4ഉം പ്രസ്താവനകൾ ശരിയായിട്ടാണ് പറഞ്ഞത്. 2027 ICC ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് വേദി എന്ന് പറയുന്നത് നമീബിയാണ്. അത് ശരിയാണ്. അതേപോലെ തന്നെ 2027 ICC വേൾഡ് കപ്പിന്റെ മറ്റൊരു വേദി എന്ന് പറയുന്നത് സിംബാബ്വെ ആണ്. അതും ശരിയാണ്. അപ്പോൾ 2027 ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് വേദികൾ എന്ന് പറയുന്നത് നമീബിയ, സിംബാബ്വെ, ദക്ഷിണാഫ്രിക്ക എന്നിവയാണ്. അപ്പോൾ 2023 ICC ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിന്റെ വിജയ് ഓസ്ട്രേലിയ, റണ്ണറപ്പ് ഇന്ത്യ. 2027 ICC ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിന്റെ വേദി എന്ന് പറയുന്നത് നമീബിയ, സിംബാബ്വെ, ദക്ഷിണാഫ്രിക്ക. ഈ 3 ആഫ്രിക്കൻ രാജ്യങ്ങളിലായിട്ടാണ് 2027 ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. അപ്പോൾ 2023 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി എന്ന് പറയുന്നത് എവിടെയായിരുന്നു? ഇന്ത്യ ആയിരുന്നു. 2023 ക്രിക്കറ്റിന്റെ വേൾഡ് കപ്പ് നടന്നത് ഇന്ത്യയിലാണ്. ഇത് എത്രാമത്തെ ലോകകപ്പ് ആണെന്ന് ചോദിച്ചാൽ 13ാമത് ലോകകപ്പാണ്. 13ാമത് ലോകകപ്പാണ് ഇന്ത്യയിൽ വെച്ചിട്ട് നടന്നത്. 2023 ICC ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് നടന്ന വേദി ഇന്ത്യയാണ്. 13ാമത് ലോകകപ്പാണ് നടന്നത്. ഇനി 2023 വേൾഡ് കപ്പിന്റെ ക്രിക്കറ്റ് വേൾഡ് കപ്പിന്റെ എന്താണ് ചിഹ്നങ്ങൾ എന്ന് പറയുന്നത് ബ്ലേസ്, ടോങ് എന്നിവയാണ്. 2023 ICC ഏകദിന ക്രിക്കറ്റ് വേൾഡ് കപ്പിന്റെ ചിഹ്നങ്ങൾ എന്ന് പറയുന്നത് ബ്ലേസ്, ടോങ്.
ബ്ലേസ് ടോങ്ക്. അടുത്തതായിട്ട് പറയുന്നത് ഒന്ന് രണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. 2023 ലോകകപ്പ് ക്രിക്കറ്റിലെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ആരാണ്? 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ആരാണ്? ഉത്തരം വിരാട് കോഹ്ലിയാണ്. ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് വിരാട് കോഹ്ലിയാണ്. അതേപോലെ 2023 ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതും വിരാട് കോഹ്ലിയാണ്. 2023 ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് വേദിയിലെ പ്ലെയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതും ആരാണ്? വിരാട് കോഹ്ലിയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ 2023 ICC വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. 9ാമത്തെ ചോദ്യമാണ് നമ്മൾ എത്തിയത്. അടുത്തത് 10ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. കുറച്ച് വ്യക്തികളും അവരുടെ മേഖലകളുമാണ് തന്നിരിക്കുന്നത്. ഇതിൽ തെറ്റായ ജോഡി ഏതെന്നാണ് ചോദ്യം. ഒന്നാമത്തെ വ്യക്തി ഹെൻറി കിസ്സിഞ്ചർ. ഒന്നാമത്തെ വ്യക്തി ഹെൻറി കിസ്സിഞ്ചർ. തെറ്റായ ജോഡികളാണ് കണ്ടെത്തേണ്ടത്. വ്യക്തികളും അവരുടെ മേഖലകളുമാണ് തന്നിരിക്കുന്നത്. ഒന്നാമത്തെ വ്യക്തിയായിട്ട് പറഞ്ഞിരിക്കുന്നത് ഹെൻറി കിസ്സിഞ്ചർ. ഹെൻറി കിസ്സിഞ്ചർ ഇദ്ദേഹം നയതന്ത്രജ്ഞൻ. ഹെൻറി കിസ്സിഞ്ചർ നയതന്ത്രജ്ഞൻ. രണ്ടാമത്തെ വ്യക്തിയാണ് ഡോക്ടർ എം കുഞ്ഞാമൻ. ഡോക്ടർ എം കുഞ്ഞാമൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ. സാമ്പത്തിക ശാസ്ത്രജ്ഞൻ. അടുത്ത മൂന്നാമത്തേത് PM നാരായണൻ. PM നാരായണൻ കൂടിയാട്ടം. ഈ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏതെന്നാണ് കണ്ടെത്തേണ്ടത്. അടുത്ത നാലാമത്തേത് OS ത്യാഗരാജൻ. OS ത്യാഗരാജൻ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ. ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ. അടുത്ത അഞ്ചാമതായി തന്നിരിക്കുന്നത് തിച്ചൂർ മോഹനൻ. തിച്ചൂർ മോഹനൻ ഇടയ്ക്ക. തിച്ചൂർ മോഹനൻ ഇടയ്ക്ക. അടുത്ത ആറാമതായിട്ട് കൊട്ടാരക്കര സുഭദ്ര. കൊട്ടാരക്കര സുഭദ്ര കൂടിയാട്ടം. ഈ തന്നിരിക്കുന്ന വ്യക്തികളിൽ തെറ്റായത് ഏതെന്നാണ് ചോദ്യം. തെറ്റായ ജോഡികൾ ഏതൊക്കെയെന്നതാണ് ചോദ്യം. രണ്ടുപേര് ഇതിൽ തെറ്റായിട്ട് തന്നിട്ടുണ്ട്. ഒന്നുകൂടി വായിക്കാം. ഹെൻറി കിസ്സിഞ്ചർ നയതന്ത്രജ്ഞൻ, ഡോക്ടർ എം കുഞ്ഞാമൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, PM നാരായണൻ കൂടിയാട്ടം കലാകാരൻ, OS ത്യാഗരാജൻ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ, തിച്ചൂർ മോഹനൻ ഇടയ്ക്ക, കൊട്ടാരക്കര സുഭദ്ര കൂടിയാട്ടം. ഇതിൽ തെറ്റായ ജോഡികൾ ഏതൊക്കെ? തെറ്റായ ജോഡിയായിട്ട് വരുന്നത് ഉത്തരം 4ഉം 6ഉമാണ്. 4ഉം 6ഉം. അതായത് OS ത്യാഗരാജൻ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ എന്നാണ് തന്നിരിക്കുന്നത്. അത് തെറ്റാണ്. OS ത്യാഗരാജൻ കർണാടക സംഗീതജ്ഞനാണ്. കർണാടക സംഗീതജ്ഞൻ. OS ത്യാഗരാജൻ കർണാടക സംഗീതജ്ഞനാണ്. അടുത്ത തെറ്റായിട്ട് തന്നിരുന്നത് കൊട്ടാരക്കര സുഭദ്ര. ഈ ഇടയ്ക്ക് അന്തരിച്ച വ്യക്തിയാണ് കൊട്ടാരക്കര സുഭദ്ര. കൂടിയാട്ടം എന്നാണ് തന്നിരിക്കുന്നത്. അത് തെറ്റാണ്. കഥകളിയാണ്. കഥകളി. കൊട്ടാരക്കര സുഭദ്ര കഥകളിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ 4ഉം 6ഉം ആയിരുന്നു ഇതിൽ തെറ്റായ ജോഡി എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ശരിയായിരുന്നു. ഹെൻറി കിസ്സിഞ്ചർ നയതന്ത്രജ്ഞനാണ്. അദ്ദേഹം എന്താണ്? അമേരിക്കയിലെ നയതന്ത്രജ്ഞനാണ്. ആരെന്ന് പറയുന്നത്? ഹെൻറി കിസ്സിഞ്ചർ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് 1973 സമാധാനത്തിന് നൊബേൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. 1973 സമാധാനത്തിന് ഹെൻറി കിസ്സിഞ്ചർക്ക് നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ ഒരു നയതന്ത്രജ്ഞനാണ്. ആരെന്ന് പറയുന്നത്? ഹെൻറി കിസ്സിഞ്ചർ. രണ്ടാമത് പറഞ്ഞത് ഡോക്ടർ എം കുഞ്ഞാമൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്, എക്കണോമിസ്റ്റ് ആണ് എന്നാണ് പറഞ്ഞത്. അത് ശരിയാണ്. ഡോക്ടർ എം കുഞ്ഞാമൻ എക്കണോമിസ്റ്റ് ആണെന്ന് പറഞ്ഞു. അത് ശരിയാണ്. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എതിര്. എം കുഞ്ഞാമൻ്റെ ആത്മകഥയാണ് എതിര്. അടുത്തത് PM നാരായണൻ കൂടിയാട്ടം കലാകാരനാണ്. ശരിയാണ്. OS ത്യാഗരാജൻ കർണാടക സംഗീതജ്ഞനാണ്. തിച്ചൂർ മോഹനൻ ഇടയ്ക്കയാണ് അദ്ദേഹത്തിൻ്റെ മേഖല എന്ന് പറയുന്നത്.
അടുത്തത് കൊട്ടാരക്കര സുഭദ്ര എന്ന് പറയുന്നത് കഥകളിയാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത്.